ബെസ്റ്റ് ഇന്ത്യൻ പ്ലെയർ എന്നുള്ള കാറ്റഗറിയിലേക്ക് പോയാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറഞ്ഞ പോലെ 3 ഫോർമാറ്റുകളുണ്ടല്ലോ. പലരും ഒരു അൺപോപ്പുലർ ഒപ്പീനിയനാണ് ടെസ്റ്റിൽ സത്യം പറഞ്ഞാൽ ഇത് ശുഭ്മാൻ ഗില്ലിൻ്റെ വർഷമാണ്. നമ്മളത് ശുഭ്മാൻ ഗില്ലിൻ്റെ മറ്റു ഫോർമാറ്റുകൾ നോക്കിയിട്ട് ഗില്ലിനെ പലരും വിമർശിക്കുമെങ്കിലും ടെസ്റ്റിൽ ഗില്ല് സത്യം പറഞ്ഞാൽ ഒരു വിപ്ലവത്തിന് കൂടി തുടക്കം കുറിച്ചു. കാരണം നേരത്തെ പറഞ്ഞ പോലെ കോഹ്ലിയും രോഹിതും ഒരുമിച്ച് പോയി. പിന്നീട് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. ഒരു പുതിയൊരു ക്യാപ്റ്റനെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് ടൂറാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയയിൽ പോലും 2 തവണ ബോർഡർ ഗാവസ്കർ ട്രോഫി 10 വർഷത്തിനിടെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിൽ ഒരു പരമ്പരയ്ക്ക് ജയിച്ചിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഇന്ത്യ 2-2 പരമ്പര സമനിലയിലാക്കി. അത് തന്നെ ഗില്ലന്ന് അതിഗംഭീരമായ ക്യാപ്റ്റൻസി ആയിരുന്നു. അതിലുപരി ബാറ്റിങ്ങിലും ഡബിൾ സെഞ്ചുറി തേച്ചു. 400-ലേറെ റൺസ് പരമ്പരയിൽ ഗില്ല് നേടിയിട്ടുണ്ട്. പിന്നീട് വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള പരമ്പരയിലും ഗില്ല് ഫോമായി. പിന്നെ സൗത്ത് ആഫ്രിക്കയെതിരെയുള്ള പരമ്പരയിൽ ഗില്ലിന് ആനുകൂല്യം കൊടുക്കുക. കാരണം ആദ്യ ടെസ്റ്റിൽ പരിക്കേറ്റ് ഗില്ല് പോയി. അതായത് ടെസ്റ്റിൽ ഗില്ലാണ് ഇന്ത്യയുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ബാറ്റർ. ഏകദിനത്തിൽ ഓഫ് കോഴ്സ് 2 പേരെ പറയാം. ഒന്ന് കോഹ്ലിയാണ്, മറ്റൊന്ന് രോഹിതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. കോഹ്ലി പറഞ്ഞ പോലെ കോഹ്ലിയെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം സ്ഥിരമായിട്ട് ഗ്രൗണ്ടിൽ ഇല്ലാത്ത ആളാണ്. ലണ്ടനിലാണ് താമസം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹം കിട്ടിയ അവസരങ്ങളിലൊക്കെ അദ്ദേഹം പെർഫോം ചെയ്യുന്നു. പ്രത്യേകിച്ചും ചാമ്പ്യൻസ് ട്രോഫി. പാകിസ്ഥാൻ എന്നൊക്കെ ഇന്ത്യക്കെതിരെ വിജയം ഒരു പ്രതീക്ഷയായിട്ട് വരുന്നു, അന്നൊക്കെ ഈ കോഹ്ലി വന്നിട്ട് അടിക്കും എന്ന് പറയുന്നത് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കണ്ടു. അതിലേറെ സെമിയിൽ നിർണായക മത്സരത്തിൽ ഓസീസിനെതിരെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ കോഹ്ലി ജയിക്കുന്നത് കണ്ടു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയൻ പരമ്പരയിലാണ് കോഹ്ലി ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത്. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ കോഹ്ലി ഫോം ആവുമോ എന്ന് പറയുന്ന ആശങ്കകളുണ്ടായിരുന്നു. ആദ്യ 2 മത്സരങ്ങൾ ഡക്കായപ്പോൾ വിരമിക്കൽ സൂചന വരെ എന്നൊക്കെ പലരും പറഞ്ഞതാണ്. പക്ഷേ 3-ാം മത്സരത്തിൽ സിഡ്നിയിൽ തിരിച്ചു വന്ന കോഹ്ലി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറിയും പിന്നീട് ഒരു അർദ്ധ സെഞ്ചുറി നയിച്ച് കോഹ്ലിയാണ് തന്നെ തെളിയിച്ചു. ഇപ്പോൾ വിജയ് ഹസാരയിലുണ്ട്. രോഹിതിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഈ പ്രായത്തിൽ 38-ാം വയസ്സിൽ അദ്ദേഹം ഇതുവരേക്കും കരിയറിൽ 1-ാം റാങ്കിൽ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ 1-ാം റാങ്കിൽ എത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഏകദിനത്തിൽ ഇവരാണ്. 2020 നിസ്സംശയമായും അഭിഷേക് ശർമ്മയുടെ ഇതാണ്. അദ്ദേഹം ഏഷ്യ കപ്പിലൊക്കെ അടിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു അദ്ദേഹം ഓവർസീസ് പിച്ചുകളിൽ എത്രത്തോളം ഫോമോ എന്നാണ് എല്ലാവരും വിമർശനമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയിട്ട് അതിഗംഭീരമായിട്ട് തന്നെ ബാറ്റ് ചെയ്തതുകൊണ്ട് തന്നെ 2020 ഇന്ത്യയുടെ ബെസ്റ്റ് ബാറ്റർ അഭിഷേക് ശർമ്മ തന്നെയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ 2020 ലോകകപ്പിലൂടെ അദ്ദേഹം ഫോം ആവുകയാണെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് തന്നെ അദ്ദേഹം എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ശുഭ്മൻ ഗില്ല്, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, അഭിഷേക് ശർമ്മ, അതാണ് പല കാറ്റഗറികളായിട്ട് സഫം പറയുന്നത്. നൗഫൽക്ക, ഇതിലിപ്പം ഗില്ലിനെ പറയാതിരിക്കാൻ പറ്റില്ല. ടെസ്റ്റിൽ ഗില്ല് തന്നെ, കാരണം 9 കളിയിൽ 983 റൺസും അദ്ദേഹം അടിച്ചിട്ടുണ്ട്. അതിൽ 5 സെഞ്ചുറി അതിലുണ്ട്. അപ്പം ഗില്ല് ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അതീശത്വം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റിൽ നമ്മൾ മറക്കാൻ പറ്റാത്തൊരു പേര് രവീന്ദ്ര ജഡേജയാണ്. രവീന്ദ്ര ജഡേജ പിന്നെ 10 മാച്ചിൽ 700-ലധികം റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതിൽ 2 സെഞ്ചുറി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 650 അദ്ദേഹം അടിച്ചിട്ടുണ്ട്. അപ്പം രവീന്ദ്ര ജഡേജ എന്ന് പറയുന്നൊരു ബാറ്ററിൽ നിന്ന് ഇന്ത്യ അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയുടെ കോച്ച് അത്രയൊന്നും അയാൾ റൺസ് സ്കോർ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നേ ഇല്ല. അതിന് മുമ്പ് ഒരുപാട് നല്ല കളക്കുറ്റന്മാരായ ബാറ്റർമാരുണ്ട്. പക്ഷേ അപ്പോഴും രവീന്ദ്ര ജഡേജയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്നിട്ടും ഇന്ത്യക്ക് പലപ്പോഴും രക്ഷകനാകുന്നത് ജഡേജയാണ്. അയാൾ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ളൊരു ബാറ്ററാണ് അദ്ദേഹം. പക്ഷേ അതിനെല്ലാം കവർ ചെയ്ത് അയാൾക്ക് കളിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ക്രിക്കറ്റ് ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്. അപ്പോൾ മൈൻഡ് ഗെയിം എന്നുള്ള നിലക്ക് അയാളെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് അയാൾ കളിക്കുന്നു, അയാൾ സ്കോർ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ജഡേജ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മികച്ച ബാറ്റർ ശുഭ്മാൻ ഗില്ലാണെങ്കിൽ തന്നെയും. വൺ ഡേയിൽ ഈ പറഞ്ഞ പോലെ വിരാട് കോഹ്ലി കഴിഞ്ഞ് മറ്റൊരാളെ ഞാൻ പറയുള്ളൂ. വിരാട് കോഹ്ലി അയാൾ T20യിലും ടെസ്റ്റും ഇല്ലാത്തതുകൊണ്ട് അയാൾ അതെല്ലാം വൺ ഡേയിൽ എടുക്കുന്നു എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ഇന്നിങ്സുകളിൽ അയാൾ കളിച്ച കളി നമുക്ക് അത്ര ഫ്ലോയിലാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായ ഒരു സംഭവമാണ്. ഇപ്പോൾ വിജയ് ഹസാരയിൽ ഇപ്പം ഫസ്റ്റ് കളി സെഞ്ചുറി അടിച്ചു. അതിന് കളി 77 അടുത്ത കളിയിൽ അടിച്ചു. അത് ഏറ്റവും ക്രൂഷ്യലായ ഇന്നിങ്സാണ് ഗുജറാത്തിനെതിരെ കളിച്ചത്. അപ്പം വിരാട് കോഹ്ലി നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. പിന്നെ തേർഡ് T20യിൽ ഞാൻ നേരത്തെ പറഞ്ഞ തിലക് വർമ്മേനെ ഞാൻ മാറ്റി നിർത്തില്ല. അഭിഷേക് ശർമ്മയ്ക്ക് മുകളിൽ ഞാൻ തിലക് വർമ്മേനെ വെക്കുകയുള്ളൂ. കാരണം അയാൾ ഏത് പ്രഷർ സിറ്റുവേഷനിലും നന്നായി കോൺഫിഡൻസിൽ കളിക്കാവുന്ന ഒരു പ്ലെയറാണ്. അയാൾ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാണ്. അഭിഷേക് ശർമ്മ പറഞ്ഞ പോലെ നൗ ഈസ് ഓക്കെ, പക്ഷേ ഭാവിയിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഈ ഫ്ലോപ്പായ ബാറ്ററിനെ കൂടി പറയണത് 2020 സൂര്യകുമാർ യാദവ് വളരെ മോശം പെർഫോമൻസ് നടത്തിയ ഒരു വർഷമാണ്. ഏഷ്യ കപ്പിലായാലും പ്രത്യേകിച്ച് ക്യാപ്റ്റന്റെ റോളിൽ കൂടി നിൽക്കുന്നത്. അതായത് ക്യാപ്റ്റനായിട്ട് അദ്ദേഹം നിരന്തര വിജയമാണ്. എല്ലാ പരമ്പരയിലും ഇന്ത്യ വിജയിക്കുന്നുണ്ട് അദ്ദേഹം ക്യാപ്റ്റൻ. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ടീമിലുള്ളത്. ഈ 2020 ലോകകപ്പ് അദ്ദേഹത്തിന്റെ ഒരു ഭാവിയിലും ഒരു തീരുമാനം വരുന്നതെന്ന് തോന്നുന്നത്. ഒരു പക്ഷേ കരിയർ തന്നെ അവസാനിച്ചേക്കാം അതിലൂടെ ഫോം അല്ലെങ്കിൽ. അപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം ടീമിൽ നിലനിന്ന് പോരുന്ന ആളാണ്. പിന്നീട് 2020 നമ്മൾ നേരത്തെ ടെസ്റ്റിൽ നിന്ന് കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി പറയണം. കാരണം ഒരുപാട് കാലം അവസരം ലഭിക്കാതിരുന്ന ഒരു വ്യക്തിയാണ്. 30 വയസ്സിന് ശേഷം വളരെ നേരത്തെ അവസരം ലഭിക്കേണ്ടിയിരുന്ന ഒരു കളിക്കാരാണ് അയാൾ കുറേ കഴിഞ്ഞിട്ടാണ് അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം അത് മുതലെടുത്തു. പക്ഷെ നൗ ഔട്ട് ഓഫ് ഫോമാണ്.
പക്ഷേ ക്ലാസ് ഉള്ള പ്ലെയറാണ്. പ്രോപ്പർ T20 ബാറ്റർ, ഒരുപാട് ഷോട്ടൊക്കെ കയ്യിലുള്ള. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ T20 വേൾഡ് കപ്പോട് കൂടി അയാൾക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഈ കഴിഞ്ഞ ഈ സമീപകാലത്ത് നടന്ന എല്ലാ മത്സരങ്ങളിലും സൂര്യകുമാറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു വലിയ ഇന്നിങ്സ് പിറക്കുന്നില്ല എന്നുള്ളൊരു ആശങ്കയുണ്ട്. സൂര്യകുമാറിൻ്റെ ആരാധകർക്ക് സങ്കടമാവേണ്ട, അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സൂര്യകുമാറാണ് ഏത് നിമിഷവും തിരിച്ചു വരാൻ കെൽപ്പുള്ള ഒരു താരം കൂടിയാണ്. ഓക്കെ, ബെസ്റ്റ് ഇന്ത്യൻ ബൗളർ എന്നുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നൗഫൽക്ക, നിസ്സംശയം പറയാം വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തി നമുക്ക്, കാരണം നമുക്കൊരു വിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ വരുണിൻ്റെ കയ്യിൽ ബോൾ കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നല്ല ബോളർ. കാരണം അയാൾ വിക്കറ്റ് എടുക്കുന്നത് എങ്ങനെ, അയാൾ ഏത് ബോളിലും വിക്കറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു ബോളറാണ് വരുൺ ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 6 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ബോൾ ഒരു വിക്കറ്റല്ല, അത് ബൗൾഡാണ് നമ്മൾ പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള എത്ര സിറ്റുവേഷനാണ് ഈ കഴിഞ്ഞ ലാസ്റ്റ് കളികളിലൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുൺ ചക്രവർത്തിനെ ഞാൻ ബെസ്റ്റ് ബോളർ. ഇപ്പോൾ ഈ വരുൺ ചക്രവർത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര, അയാളുടെ ബോളിംഗ് പോലെ തന്നെ ഭയങ്കര എന്താ പറയുക, അനിശ്ചിതത്വവും ദുരൂഹതയൊക്കെ നിറഞ്ഞ അയാളുടെ ജീവിതം. കാരണം വെച്ചാൽ അയാൾ ആദ്യം പിന്നെ ഒരു ആർക്കിടെക്ചറായിട്ടാണ് തുടങ്ങിയത്. കുറേ വൈകിയാണ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്. അയാൾ പിന്നെ ആദ്യം ബാറ്ററായിട്ട് തുടങ്ങാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ നടന്നില്ല. അങ്ങനെ അയാൾ പേസ് ബോളിംഗ് പരീക്ഷിച്ചു, അതും നടന്നില്ല. അവസാനം അയാൾ സ്പിന്നിലേക്ക് മാറുകയാണ്. പിന്നെ അയാളുടെ അച്ഛൻ മലയാളിയാണ്. അയാൾ തിരുവനന്തപുരത്ത് BSNL-ലാണ് BSNL-ലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ച മൂപ്പര് എന്നോട് പറഞ്ഞതാണ്, ഭയങ്കരമായ ഡിറ്റർമിനേഷനാണ്. ഞാൻ ഇന്ത്യൻ ടീമിൽ കയറിയിരിക്കും, അത് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങുമ്പോൾ പറയുകയാണ് ഞാൻ ഇന്ത്യൻ ടീമിൽ കയറിയിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ ആദ്യം IPL കളിക്കുന്നു. IPL കളിച്ച് ആദ്യം കുറച്ച് ഫ്ലോപ്പ് ആവുന്നു, എന്നിട്ട് അയാൾ നിർത്തുന്നില്ല. കോവിഡ് കാലത്താണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. അപ്പം അയാൾ പറഞ്ഞു നിരന്തരം കോവിഡ് സമയത്ത് നിരന്തരം പ്രാക്ടീസാണ്. ഇതൊന്നും പരിപാടി ബോൾ ചെയ്ത് അങ്ങനെയാണ് പെർഫെക്ഷനിലേക്ക് അയാൾ എത്തുന്നത്. അങ്ങനെ അയാൾ ഹാർഡ് വർക്കിംഗ് ഉണ്ട്. അയാൾക്ക് ഒരുപാട് ലൂപ്പോൾ, നേരത്തെ ജഡേജയെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് ലൂപ്പോൾസ്, ഫീൽഡിങ്ങിലൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, റണ്ണിങ്ങിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും അയാളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അയാൾ കൃത്യമായ അയാളുടെ ബൗളിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അയാൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഗുണം അയാൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മളിപ്പം ഈ ശ്രീലങ്കയുടെ ഒക്കെ കുറേ സ്പിന്നേഴ്സ് വരുമല്ലോ, ജിന്ത മെൻഡിസ് അതുപോലത്തെ ബോളേഴ്സ് വരും. പക്ഷെ അവർ 1-2 സീരീസിലേ അവർ കളിക്കുള്ളൂ. പിന്നെ അവരുടെ ബോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബോൾ ഈസി ആയിട്ട് കളിക്കും. പക്ഷേ വരുണിനെ കുറിച്ച് അങ്ങനെ സംഭവിക്കുന്നില്ല. വരുണിന് ഇപ്പോൾ കുറേ ആയാലും കളിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ വരുണിൻ്റെ അങ്ങനെ പഠിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല, പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ബോളറാണ് അവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുണാണ് എൻ്റെ നമ്പർ 1 ആയിട്ട് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ബൗളിംഗ് ചക്രവർത്തി വരുണാണ് എന്ന് പറയാണ്. വരുൺ 2020 ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ബോളർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി. അത് വിക്കറ്റ് എടുക്കുക മാത്രമല്ല, അദ്ദേഹം ഒരു അൺറൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ചിലപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ വിക്കറ്റിൽ ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ പോലും അദ്ദേഹം അതായത് പവർ പ്ലേക്കും ഒരു 15 ഓവറിന് ഇടയിലുള്ള ഓവറിൽ വന്നിട്ട് എതിർ ടീമിനെ റണ്ണ് പിടിച്ചേർക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതും എതിർ ടീമിനെ പ്രഷറാക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച ഒരാളായിരുന്നു വരുൺ ചക്രവർത്തി. 2020 ഏറ്റവും മികച്ച ഇന്ത്യയുടെ ബോളർ വരുൺ ചക്രവർത്തി തന്നെയാണ്. പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ പോയ വർഷം ഇതേപോലെ നമ്മൾ ഏറ്റവും ഇയറിൻ്റെ ഡിസ്കഷൻ നടത്തിയപ്പോൾ അതിൽ ബുംറ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നിസ്സംശയം ബുംറ. എന്ന് വെച്ചാൽ ഈ വർഷം ബുംറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ലിസ്റ്റിൽ എവിടെയും വരാത്ത ഒരാളാണ്. മത്സരങ്ങളിൽ നിന്ന് മാറി നിന്നു. അത് മോശം പെർഫോമൻസ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹം ഒരു നിർണായകമായിരുന്നില്ല. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഇത് ബുംറ വേഴ്സസ് ഇംഗ്ലണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ബുംറ വേഴ്സസ് എന്നുള്ളായിരുന്നു. പക്ഷേ ബുംറ ഇല്ലാത്ത മത്സരങ്ങളിൽ ഇന്ത്യ വിജയിക്കുന്നത് കണ്ടു, ബുംറ ഇല്ലാത്തപ്പോൾ സിറാജ് ഫോം ആകുന്നത് കണ്ടു. ഇനിയിപ്പോൾ ഏഷ്യ കപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് ഫോർമാറ്റിലാണെങ്കിലും ബുംറ അത്ര ഒരു ലൈംലൈറ്റിൽ ഇല്ലാത്ത വർഷമായിരുന്നു. എനിക്ക് തോന്നുന്നു ടെസ്റ്റിൽ ആ ഒരൊറ്റ മത്സരം കൊണ്ട് തന്നെ സിറാജിനെ വേണമെങ്കിൽ ടെസ്റ്റിലെ ഇന്ത്യയുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ബോളറായിട്ട് പറയാം. കാരണം ഒരു സ്പെല്ല് കൊണ്ട് തന്നെ ആ മത്സരത്തെ മാറ്റിമറിച്ചതാണ്. ഏകദിനത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കുൽദീപ് യാദവ് ഒരു വലിയ ഇതായിരുന്നു. ഒരുപാട് മത്സരങ്ങളിൽ ഇപ്പോൾ ഏഷ്യ കപ്പ് ഫൈനലിൽ അദ്ദേഹം മികച്ച രീതിയിൽ പന്തെറിഞ്ഞിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ പല മത്സരങ്ങളും ഈ UAE കറങ്ങുന്ന പിച്ചിൽ ഇന്ത്യ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരാളായിരുന്നു കുൽദീപ് യാദവ്. വിക്കറ്റ് ടേക്കിംഗ് ബോളറായിരുന്നു. അങ്ങനെ ഇവരെയാണ് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ബോളർമാരുണ്ട്. ഇപ്പോൾ ഹർഷീദ് റാണ ഈ വർഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് 3 ഫോർമാറ്റിലും കളിക്കുന്നത്, ഗില്ല് കഴിഞ്ഞാൽ 3 ഫോർമാറ്റ് കളിക്കുന്ന ഏക പ്ലെയറാണ്. അങ്ങനെ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയാണ്. അങ്ങനെ പക്ഷേ ഇന്ത്യക്ക് തോന്നുന്നു ഇന്ത്യയുടെ ബോളിംഗ് അത്ര സോളിഡ് അല്ല എന്നുള്ളതാണ്. നമ്മൾ മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു ഭുവനേശ്വർ, ഷമി, ബുംറ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലൈനപ്പ് നിലവിൽ ഇന്ത്യക്കില്ല. പ്രത്യേകിച്ചും പേസ് ബോളിങ്ങിലൊക്കെ ആരുന്നുണ്ട്. ടെസ്റ്റിൽ അശ്വിനും ശേഷം ആരെന്നുള്ളൊരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. വിക്കറ്റുകളുടെ എണ്ണം എടുക്കുമ്പം ബുംറയേക്കാൾ കൂടുതൽ വിക്കറ്റ് എടുത്ത ഹർഷദീപ് സിംഗ് ആണ്. T20. ഇതൊരു പ്രശ്നമാണ്. ഇപ്പം നമുക്കൊരു പഴയൊരു കോമ്പിനേഷൻ, ഇപ്പോൾ ജവഗൽ ശ്രീനാഥ്, വെങ്കടേഷ് പ്രസാദ്, സഹീർ ഖാൻ, ഇപ്പം ഇർഫാൻ പത്താൻ, അങ്ങനെ ഒരു കോംബോ
വന്നതിന് ശേഷമാണ് നമുക്ക് ബുംറ എന്ന് പറയുന്ന ബുംറ സിറാജ് അങ്ങനെ ഒരു പേരിൽ, പക്ഷെ അതിനുശേഷം ഷമി ഓൾസോ. പക്ഷെ അതിനുശേഷം ഈ ഒരു കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പേസ് ബൗളിങ്ങിൻ്റെ ഒരു മുന ഒടിഞ്ഞോ എന്നുള്ളൊരു ആശങ്ക കൂടി നമ്മളതിൽ. അല്ല, കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ഷമി പരിക്ക് പറ്റിയ റെസ്റ്റിലേക്ക് പോയി. അതോടുകൂടി എന്തെങ്കിലും കോമ്പിനേഷൻ മിസ്സായത്. ഷമിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. ഇപ്പോഴും ഷമി തിരിച്ചു വരാൻ അവസ്ഥയിലല്ല ഷമി. സത്യത്തിൽ അവന് കഴിഞ്ഞ മുഷ്താഖ് അലിയിൽ കുറച്ച് ബോൾ ചെയ്ത് കുറച്ച് വിക്കറ്റൊക്കെ എടുത്തു, പക്ഷേ അതൊരു രാജ്യാന്തര തലത്തിലേക്ക് കളിക്കാനുള്ള ഒരു ഫിറ്റ് ആയിട്ട് വന്നിട്ടില്ല. ലോങ് ടൈമിലേക്ക് പകരെത്തിക്കുന്ന ബോളർമാർ അത്ര ഉയരുന്നില്ല. അപ്പോൾ പ്രസീദ് കൃഷ്ണ ആയാലും അർഷദ് റാണ ആയാലും ഒന്നും വിചാരിച്ച ലെവലിലേക്ക് എത്താത്തത് ഒരു പ്രശ്നമാണ്. ഇന്ത്യക്ക് പേസ് ബോളിംഗ് ഹർഷദീപ് സിംഗ് ആണ് കുറെ കൂടി അതിലൊരു കുറെ കൂടി ഒരു കൺസിസ്റ്റൻസിയുടെ കാര്യം കണക്കാണ്, പക്ഷേ നല്ല സ്വിംഗ് ബോളർ ആണെന്നേ ഉള്ളൂ. പിന്നെ ഈ ഗംഭീർ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബാറ്റ് കൂടിയും ചെയ്യാൻ അറിയാവുന്ന സ്പിന്നർമാരെയാണ് കൂടുതൽ ഇറക്കുന്നത്. വാഷിംഗ്ടൺ സുന്ദർ, ഇതിനോടൊപ്പം ചോദിക്കുന്ന ഒരു കാര്യമാണ് രണ്ടുപേരോട്. സെലക്ടർമാർ കുഴങ്ങിപ്പോയൊരു വർഷം കൂടിയാണ് 2025 സംബന്ധിച്ചിടത്തോളം. ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നത് സെലക്ടർമാരാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ലെ, അഗർക്കറൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നടത്തി. അതായത് എനിക്ക് തോന്നുന്നത് സെലക്ടർമാരല്ല, സത്യം പറഞ്ഞാൽ BCCI ആണ് അവർക്കൊരു ഇങ്ങനെ ഇമ്പോസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗില്ലിനെ 3 ഫോർമാറ്റ് പ്ലെയർ ആക്കണം, ഒരു സൂപ്പർ സ്റ്റാർ ഇന്ത്യക്ക് ആവശ്യമുണ്ട്, പിന്നെ ഈ ബ്രാൻഡുകളുടെ സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ സത്യം പറഞ്ഞാൽ ഗില്ല് പോലും ഒരു അർത്ഥത്തിൽ ഇരയാക്കപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗില്ലിനെ സൂപ്പർ സ്റ്റാർ ആക്കി അടങ്ങും എന്നുള്ള BCCIയുടെ വാശി പോലെയാണ് കാര്യങ്ങൾ. പക്ഷേ ഗില്ലിന് അതിനൊത്ത് പെർഫോം ചെയ്യേണ്ട എന്താ പറയുക ഒരു സമ്മർദ്ദം പോലെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ മോശം T20 ബാറ്ററൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ IPL പെർഫോമൻസ് ഒന്ന് നോക്കും. പക്ഷേ ഇന്ത്യൻ ടീമിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു പ്രഷർ നമ്മൾ പുറമേക്ക് കാണുന്നില്ലെങ്കിലും സൂപ്പർ സ്റ്റാർ അതിനൊത്ത് എന്തുകൊണ്ട് ടീമിലെത്തിയെന്ന് നീതീകരിക്കേണ്ടത് അദ്ദേഹത്തിന് ആവശ്യമാണല്ലോ. അപ്പോൾ അതിലൊരു പ്രഷർ അദ്ദേഹം ബാറ്റിംഗിൽ അനുഭവിച്ചു എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ ഗംഭീറും അഗാർക്കറും ഏറ്റവും കൂടുതൽ പഴി കേട്ടൊരു വർഷവും ഇത്തവണ കളിക്കുന്ന സമയത്ത് ഒരുപാട് പഴി കേൾക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ടെസ്റ്റിൽ മാത്രമേ ഇന്ത്യക്ക് പരാജയം ഉണ്ടായിട്ടുള്ളൂ. വൺ ഡേയിലും T20യിലും ഇന്ത്യക്ക് നല്ല വിജയിച്ചു. ഇപ്പം പക്ഷേ ടെസ്റ്റിൽ ഈ കോഹ്ലി, രോഹിത്തൊക്കെ റിട്ടയർ ചെയ്യുന്നു, ഷമിയുടെ അഭാവം തുടങ്ങിയ കുറേ കാര്യങ്ങൾ, ബോളിങ്ങിന് മൂർച്ചയില്ലാത്തത്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാജയങ്ങൾ വരാം. പിന്നെ സഞ്ജുവിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഒരു പരാതി ഉണ്ടായിരുന്നത്. അതിപ്പം ഒടുവിൽ പരിഹരിച്ചല്ലോ.